യെസ് ശിവശങ്കർ, ഹാഫിസ് സയ്യിദിൻ്റെ സുരക്ഷയാണ് ഈ ഒരു നിർണായക ഘട്ടത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഏ അറിയാലോ ഹാഫിസ് സയ്യിദ് ആരാണെന്നുള്ളത്. മാത്രമല്ല ഇന്ന് ഒരു വനിതാ സെനറ്ററിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രസ്താവന കണ്ടല്ലോ. അയോധ്യയിൽ അവർ പള്ളി പണിയും, അതിൻ്റെ ശില പാകുന്നത് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ആണ് എന്നുള്ള പ്രസ്താവന. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വെല്ലുവിളിയുണ്ട് അല്ലേ. അത് പലപ്പോഴും ഭീരുക്കളാണ് വെല്ലുവിളി ഉയർത്തുന്നത്. പക്ഷേ ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ഈ അനിൽ, ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനിലെ ആർമിയുടേതാണെങ്കിലും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ആണെങ്കിലും അവരുടെ നിലനിൽപ്പ് ഇന്ത്യ വിരുദ്ധത എത്രത്തോളം ശക്തിയായി പറയാൻ പറ്റും, അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധത എത്രത്തോളം മോശമായ ഭാഷയിൽ പ്രസംഗിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് അവിടെ പല നിലനിൽപ്പുകളും. പക്ഷെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അവിടെ ഒരു നല്ല ഭൂരിപക്ഷം ആളുകൾ ഇന്ത്യയുമായിട്ട് സഹവർത്തിത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറ, സ്വാതന്ത്ര്യം കുറച്ചുകൂടി നല്ല രീതിയിൽ വേണം, ഇവിടുത്തെ വികസനം അങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറ കൂടി ഉണ്ട് എന്നതും സംശയമില്ല. പക്ഷെ തീവ്രവാദം അതിന്റെ മറ്റൊരു രൂപത്തിൽ അവിടെ വിജയത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചു നാൾ കൂടി വിജയം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്നു എന്ന കാര്യം നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ശ്രീ പാലേരി സാറൊക്കെ പറഞ്ഞതുപോലെ ഇന്ത്യയോട് ഒരിക്കലും കടപിടിക്കുവാനോ അല്ലെങ്കിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുവാനോ പാകിസ്ഥാന് സാധ്യമല്ല. കാരണം GDP സൈസ് തന്നെ നമ്മുടെ ഏതാണ്ട് 4 ട്രില്യൺ ആവുമ്പോൾ അവരുടെ ഏതാണ്ട് 373 ബില്യൺ ആണ്. 42ാം സ്ഥാനമാണ് ലോകത്ത്. നമ്മൾ 4ാമത്തെ സ്ഥാനമാകാൻ പോകുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയിൽ നമ്മൾ അത്രയേറെ മുന്നിലാണ്. സൈന്യത്തിന്റെ കരുത്തിന്റെ ശക്തിയിലായാലും അപ്പോൾ അവർക്ക് ഒരിക്കലും ഒരു നേരിട്ട് യുദ്ധം ചെയ്ത് ഇന്ത്യയോട് ഒരു ദിവസമോ 2 മണിക്കൂറോ പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. പാലേരി സാർ അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഭയക്കേണ്ടത്, അതേപോലെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ നിന്ന് ഏതാണ്ട് 1000-ഓളം സ്കൂളുകൾ, റിലീജിയസ് ഡെഫിനറ്റ്ലി സ്കൂൾസ്, അത് മുഴുവൻ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവിടെ റിലീജിയസ് സ്കൂളുകൾ മാത്രമേ ഉള്ളൂ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ, ഇൻഡസ്ട്രി ഇല്ല എന്ന് മനസ്സിലാക്കണം. അത് അടച്ചുപൂട്ടുന്നു, അവർ രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കറിയാം എന്താണ് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോണതെന്നും അവർ ഭീരുക്കളായി മാറിയിരിക്കുന്നു. അതിപ്പോ സൈന്യാധിപൻ ഒളിച്ചുകൂടുന്നു, അവിടുത്തെ ഓരോരുത്തരെയും അജ്ഞാതനിൽ നിന്ന് ഭയപ്പെട്ടുകൊണ്ട് പുതിയ ഒളിസങ്കേതങ്ങളിലേക്ക് മാറ്റുന്നു എന്നുള്ളതെല്ലാം ഒരു വാർത്തയല്ലാതായി മാറിയിരിക്കുന്നു. അവർ എല്ലാവരും ഭീതിയിലാണ്. അത് ലാഹോർ മാത്രമല്ല, അതിപ്പോ ബലൂചിസ്ഥാന്റെ പല ഭാഗങ്ങളും ഇന്ന് സൈന്യത്തിന്റെ കീഴിലേ അല്ല, ആർമിയുടെ കീഴിലല്ല, പാകിസ്ഥാൻ ഒരു നിയന്ത്രണവുമില്ല, മറ്റു പലരുമാണ് ഭരിക്കുന്നത് എന്നതും നമുക്കറിയാം. അപ്പൊ പാകിസ്ഥാൻ ഇസ് എ ഫെയിൽഡ് നേഷൻ, ഒരു സംശയവുമില്ല. അങ്ങനത്തെ ഒരു രാജ്യം അല്ലെങ്കിൽ പകുതിയാണെന്ന് പറഞ്ഞുകൂടാ. ഞാൻ ഒരു കാര്യം കൂടി വളരെ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. സേനാപതിയുടെ വാക്കുകൾ ഒരു നല്ല കോൺഗ്രസ്സുകാരന്, അല്ലെങ്കിൽ ഒരു രാജ്യസ്നേഹമുള്ള, അദ്ദേഹത്തിന്റെ പഴയ ഒരു ആർമി ബാക്ക്ഗ്രൗണ്ട് അതെല്ലാം വെച്ചിട്ട് വളരെ ശക്തമായ വാക്കുകളാണ്. അദ്ദേഹം വളരെ ഉചിതമായ ഭാഷയിലാണ് സംസാരിച്ചത്. പക്ഷെ ഒരു കാര്യവും കൂടി ഓർക്കണം, 26/11 ശേഷം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഉയർന്ന നേതാക്കൾ തന്നെ നിരന്തരമായി പറഞ്ഞിരുന്നത് ദാറ്റ് ഇസ് എ ഹിന്ദു ടെററിസം, ദാറ്റ്സ് എ സാഫ്രോൺ ടെററിസം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ 26/11 ശേഷം ഹിന്ദുക്കളെ കുറ്റപ്പെടുത്തുന്നു, അതിനുശേഷം പുൽവാമയിൽ ആർമിയെ കുറ്റപ്പെടുത്തുന്നു. ഇതിലെ ഇത്തരം ആക്രമണങ്ങൾ, പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ആദ്യമായി കാർഗെ പറഞ്ഞത് എന്താ? ഇറ്റ്സ് എ ഫെയിലിയർ, ഇറ്റ് ഈസ് ഇന്റലിജൻസ് ഫെയിലിയർ, ഇറ്റ്സ് എ കൊളാപ്സ് എന്നല്ലേ കാർഗെ പറഞ്ഞത്. റോബർട്ട് വധേര എന്താ പറഞ്ഞത്? മിസ്റ്റർ മരുമകനും ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ തരം വരെ സൈനാധിപതിയെ പോലുള്ള ആളുകള് വളരെ ഉചിതമായ ഭാഷയിൽ സൈന്യത്തോടൊപ്പവും ഇന്ത്യയോടൊപ്പവും മാതൃരാജ്യ സ്നേഹവും കാണിക്കുമ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയം അതായിരുന്നില്ല എന്ന് ഒരു ചെറിയ ഭാഷയിൽ ഞാൻ പറയുന്നു. അത് മാറ്റുന്നതിൽ, അത് സേനാപതിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഉയർന്ന നേതൃത്വവും മാറ്റുന്നതിൽ, പ്രത്യേകിച്ച് AK ആന്റണിയും അതുപോലെ തന്നെ ശശി തരൂരും എത്ര ശക്തമായ ഭാഷയിലാണ് ശശി തരൂരെല്ലാം ഈ ഒരു ഭീകരാക്രമണത്തെ പറഞ്ഞതും അതിനെതിരെ പ്രവർത്തിച്ചതും എന്ന് മനസ്സിലാക്കുമ്പോൾ കോൺഗ്രസും ഒരു തിരിച്ചുവരവിന്റെ, അല്ലെങ്കിൽ ഒരു രാജ്യസ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കുവാൻ തക്ക ഉയർന്ന ചിന്താഗതിയായി മാറിയിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, അംഗീകരിക്കുന്നു. അതിനെയും ജനങ്ങൾ കാണും, ഒരു സംശയവുമില്ല.